ആണെങ്കിൽ നമ്മളിങ്ങനെ ഈ ദുരിതം കൊടുക്കുവോ? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, പൊന്നാരിച്ചു കൊണ്ട് നടക്കുന്ന ആ കുട്ടികൾക്ക് നമ്മളെ ദുരിതം കൊടുക്കുവോ? വിഷം കലക്കി കൊടുക്കുവോ? അപ്പൊ ആ ഇഷ്ടം ഒരു ജ്ഞാനമില്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെ ഗുരുവായൂരപ്പനെ നിത്യേന ഇഷ്ടപ്പെട്ട് പ്രേമിച്ച്, അല്ലെങ്കിൽ ഈ കൃഷ്ണനെ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് നടക്കുന്നുവെങ്കിൽ, സ്നേഹിക്കുന്നുവെങ്കിൽ, ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്നുവെങ്കിൽ ആ കൃഷ്ണന് നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല? നമ്മളുടെ കർമ്മദുരിതങ്ങൾ കൊടുക്കാൻ പാടില്ല. നമ്മുടെ ജ്ഞാനത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് നമ്മളൊരു വഴി കണ്ടുപിടിക്കണം. ഇപ്പൊ ക്ഷേത്ര ദേവതകളെല്ലാം, എല്ലാ ക്ഷേത്ര ദേവതകളും ഞാൻ പറയുമ്പോൾ ജ്ഞാനം ഇല്ലാത്ത ക്ഷേത്രദേവതകൾ, ജ്ഞാനമുള്ള ക്ഷേത്ര ദേവതകൾ ഉണ്ടാവാം. എന്നാലും ക്ഷേത്ര ദേവതയെ ഉപാസിക്കുന്നത് ജ്ഞാനവൈരുദ്ധ്യം ഉണ്ടാക്കും. നമ്മൾക്ക് ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിനാണ് ഉപാസന ചെയ്യുന്നതെങ്കിൽ ജ്ഞാന സമ്പ്രദായമുള്ള ഗുരുവിൽ നിന്ന്, പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെ പറയാണ്, ജ്ഞാന സമ്പ്രദായമുള്ള ഗുരുവിൽ നിന്ന്, ഏതെങ്കിലും ഗുരുവിൽ നിന്ന്. ഇപ്പൊ ശ്രീവിദ്യയുണ്ട്, മഹാകാളിയുണ്ട്, പോരാ. മഹാകാളി ഉപാസന ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നേരിട്ട് അയാൾക്ക് ജ്ഞാനപാരമ്പര്യം ഇല്ലെങ്കിലോ, അയാൾ ഉപാസിച്ച അയാൾ വരുന്ന ദേവതയ്ക്ക് ജ്ഞാനമില്ലെങ്കിലോ? അപ്പൊ ജ്ഞാനപാരമ്പര്യമുള്ള, ജ്ഞാനത്തിൽ തന്നെ ഉപാസിച്ചു പോയ ഒരു പരമ്പരയിൽ നിന്ന്, ജ്ഞാനസമ്പ്രദായത്തിൽ നിന്ന് ഈ വിദ്യകളൊക്കെ വൈഷ്ണവായിട്ടോ ശൈവായിട്ടോ ശാക്തയായിട്ടോ ഉള്ള മാർഗത്തിലെ ജ്ഞാനസമ്പ്രദായ ദേവതകളുടെ ദീക്ഷ സ്വീകരിച്ച് അത് ഉപാസിച്ചാൽ ജ്ഞാനത്തിലേക്കുള്ള ഉപാസനയായി, ഒരു ദേവത ഉപാസന ആയി എന്ന് പറയാം. ജ്ഞാനം ലഭിക്കണമെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യണം. ഈ ദുരിതങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം. ബോധത്തില് നമ്മുടെ തത്വം എന്താണെന്ന് അറിയണം. നമ്മുടെ അവിദ്യയിൽ ആരംഭിച്ചത് എവിടെയാണെന്ന് അറിയണം. അവിടേക്ക് എത്തണം. എന്നിട്ട് വേണം അവിദ്യയെ മറികടക്കാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ദേവതോപാസനയിൽ ക്ഷേത്ര ദേവത, ഞാൻ ഒറ്റ വാക്യത്തിൽ പറയാണ്, ക്ഷേത്ര ദേവതകളുടെ ഉപാസന നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നൊരു ചോദ്യം ചോദിച്ചു. അതിനുള്ള ഉത്തരം ഒരു മിനിറ്റ് പറഞ്ഞേക്കാം. ക്ഷേത്ര ദേവതകളെ പൂർണ്ണമായും ഞാൻ നിരാശിക്കുകയല്ല, എന്ന് പറഞ്ഞാൽ ഒട്ടും നിരാശിക്കുകയല്ല. ക്ഷേത്ര ദേവതകളെ കൊണ്ട് ചില പ്രയോജനങ്ങളുണ്ട്. ഇപ്പൊ മഹാദേവതകളായിട്ട് ശക്തിപീഠങ്ങളുടെ ദേവതകളുണ്ട്, മഹാശക്തിയുള്ള ദേവതകളുണ്ട്, ജ്ഞാനമുള്ള ദേവതകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു കർമ്മ ദുരിത പരിഹാരം വേണ്ടി വന്നു വിചാരിക്കുക, നമ്മുടെ ശുദ്ധിയിൽ, നമ്മുടെ പൂർവ്വജന്മ സംബന്ധിയായിട്ടുള്ള ഒരു പ്രായശ്ചിത്തം വേണ്ടി വന്നു വിചാരിക്കുക. ഒരു വൈഷ്ണവ ദാനം കൊടുത്താൽ അത് മാറുമെന്ന്, ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ ദാനം കൊടുത്താൽ മാറുമെന്ന് വിചാരിച്ചാൽ കണ്ടു എന്ന് വിചാരിക്കുക. അപ്പൊ ഏത് വൈഷ്ണവ സങ്കേതത്തിൽ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോ തിരുപ്പതിയിൽ കൊടുത്താൽ മതി എന്ന് കണ്ടത്. അപ്പൊ തിരുപ്പതി ക്ഷേത്രത്തിന്റെ ഒരു ആവശ്യം നമുക്കുണ്ട്. പിന്നെ നമ്മുടെ ദിവസേന പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾക്കൊരു ആനന്ദകരം